ക്രിസ്ത്യൻ മിലിഷ്യ ഗ്രൂപ്പും അലവിറ്റ് എന്ന് പറഞ്ഞ ആ ഗ്രൂപ്പും മറ്റേ അലവീസ് എന്ന് പറഞ്ഞ ആ ഗ്രൂപ്പും അവർ ഒരുമിച്ച് അങ്ങ് ജോയിൻ ചെയ്തു. അതായത് ഏത് വിധേനയും ഈ ISISൻ്റെ പഴയ ആൾക്കാരെ ഈ പറയുന്ന അൽ സഹാറയെ എങ്ങനെ എതിർക്കുക, അതായത് അടിക്കാൻ വരിക, തിരിച്ചടിക്കുക മാത്രമല്ല പിടിച്ചെടുക്കുക, ആ ഫോർമുലയിലോട്ട് കാര്യങ്ങൾ പോയി. അപ്പം ഇതിൻ്റെ അകത്ത് ഒത്തിരി ബാക്ക്ഡോർ ടോക്സ് നടക്കുന്നുണ്ട്. അതിനകത്ത് ഇസ്രായേൽ പറഞ്ഞു ഇവരെ സഹായിക്കാം, അത് അമേരിക്കയുടെ നിർദ്ദേശമാണ്, ഈ ഗ്രൂപ്പിനെ സഹായിക്കണം. അതേപോലെ തന്നെ മറ്റൊരു ഡെവലപ്മെൻറ്റ്, ഈ ലോകത്ത് പല ഭാഗത്തായിട്ട് പോയിരിക്കുന്ന സിറിയയിലുള്ള ക്രിസ്ത്യൻസ് അവർ ഇത് പിടിക്കുവാണെങ്കിൽ ഈ മിലിഷ്യ ഗ്രൂപ്പിൽ വന്ന് ചേരാനും ട്രെയിനിങ് എടുത്തും ഈ പറയുന്ന ISISനെ ഓടിക്കാൻ വേണ്ടി അവരും തയ്യാറായി. മനസ്സിലാക്കുക, സുന്നി മുസ്ലിംസ് എവിടുന്ന് എങ്ങോട്ടാണ് ഈ കാര്യങ്ങൾ പോകുന്നത്, നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തോട്ട് കാര്യങ്ങൾ മാറി. അവർക്ക് വെപ്പൺസ് കൊടുക്കാൻ അമേരിക്ക തയ്യാറാകുന്നു, കാരണം അമേരിക്കൻ ബേസ് അവിടെയുണ്ട്. അവർക്ക് ബോംബിങ്ങും മറ്റുള്ള പരിപാടികൾ ചെയ്യാൻ ഇസ്രായേൽ തയ്യാറാകും. ഉറപ്പായിട്ടും ഡമാസ്കസ് ഇവർ പിടിക്കും. അതായത് ക്രിസ്ത്യൻസും ഈ പറയുന്ന അലവറ്റ് ഇത് ഡമാസ്കസും സിറിയയും പിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടാണ് ISIS അൽ സഹാറൊക്കെ വെടിനീർത്ത് കൈ കൊടുക്കും. കാരണം പിന്നെ ഇവിടെ ഇസ്രായേലുമായിട്ട് അനുകൂലമായൊരു രാജ്യമായിട്ട് ഇതങ്ങ് മാറും. നേരത്തെ ഇവർക്കൊക്കെ ആൻറ്റി ഇസ്രായേലായിരുന്നു, ബിക്കോസ് സദാം ഈ ആസാദിൻ്റെ ഒക്കെ സമയമൊക്കെ. പക്ഷെ പെട്ടെന്ന് ആ ജിയോ പൊളിറ്റിക്സിൻ്റെ അകത്തുണ്ടായ ചേഞ്ച്, ഇസ്രായേൽ അവിടുത്തെ നമ്പർ 1 പവറായി വരുന്നു. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻ്റ് ആകുന്നു. ഇവരെ പിന്തുണയ്ക്കാൻ ആളുണ്ട്, ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഇസ്രായേൽ തയ്യാറാകുന്നു.